ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ കൂട്ടുകാരിൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ നിൽക്കണം. അതിന് ഒരുക്കങ്ങളിലാട്ടാ. അപ്പോൾ എല്ലാവരും 10:30 അവിടെ എത്തും. അപ്പോൾ ഞാൻ ബാവ എത്തൂല പറഞ്ഞു. അപ്പോൾ ഞാനിവിടുന്ന് മുത്തുവിൻ്റെ ബൈക്കുമ്മ പോവാണ്. അപ്പോൾ കല്യാണം നല്ല അടിപൊളി കല്യാണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യരുത്. നല്ല അടിപൊളി കല്യാണം. എൻ്റെ ഫ്രണ്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ ഇൻഷാ അല്ലാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാവ വരും. ബാവ പണി കഴിഞ്ഞിട്ട് എത്തുള്ളൂ. ബാവ പണി കഴിയുമ്പോൾ എനിക്ക് നേരം പോകും പോകാൻ. ബാവ പണി കഴിഞ്ഞ് വന്നിട്ട് പൊന്നും മോനും ഇവിടെ മാറ്റി നിൽക്കുന്നുണ്ട്. അവരെടുത്തിട്ട് ബാവ കല്യാണത്തിന് വരും. എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും ഇവിടെ ഇരിക്കണത് കേട്ടോ. അത് കാറിൽ ആക്കിയിട്ട് കുട്ടികളായിട്ട് ബാവ അങ്ങോട്ട് വരും. പിന്നെ ഉമ്മാക്ക് താത്താൻ്റെ വീട്ടിലേക്ക് പോകണതുകൊണ്ട് ഉമ്മാനെ എടുത്തിട്ട് ഉമ്മാനെ അവിടെ ഇറക്കിയിട്ട് വേണം ഞങ്ങളുടെ അടുത്തേക്ക് കല്യാണത്തിന് ബാവക്ക് വരാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ബാവ വരുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോവുകയാണ്. അപ്പോൾ 10:45 ബസ് കേട്ടോ. ലിമിറ്റഡിനാണ് പോണത്. ചെങ്കോട്ടിയിലാണ്. അപ്പോൾ എല്ലാവരും എത്തിക്കണം. ഞാൻ മാത്രം എത്താനുള്ളതെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ള് എൻ്റെ ഫ്രണ്ടാളാട്ടോ. 9 ആളുണ്ട്. 9 ഞാനടക്കം 10 ആൾ. അപ്പോൾ എല്ലാവരും ചെങ്കട്ടിക്ക് എത്തി. അപ്പോൾ അങ്ങനെ ബസ് കയറിയാണ്. ഞാനവിടെ എത്തിയതും സെക്കൻഡ് കൊണ്ട് ബസ് വന്നും ചെയ്തിട്ടാ. ചെങ്കോട്ടിയിൽ നിന്ന് കയറിയിട്ട് കുറച്ച് ദൂരം ഓടാണ്ട്. മാണൂരാണ്, എടപ്പാളിൻ്റെ അടുത്ത് മാണൂരാണ്. നമ്മളെ സൂറാത്താൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം കേട്ടോ. നല്ല അടിപൊളി സൗകര്യമുള്ള ഓഡിറ്റോറിയം കേട്ടോ. മാണൂര് മോഡേൺ ഓഡിറ്റോറിയം. പിന്നെ നല്ല അടിപൊളി ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ജ്യൂസൊക്കെ കുടിച്ചിതാ ഫുഡൊക്കെ കഴിക്കാൻ ആവണുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ എത്തിക്കണം. 11:30 ആയപ്പോൾ അവിടെ എത്തിക്കണം ഞങ്ങൾ. പിന്നെ എല്ലാവരും കൂടി മേലെ കയറി ചെന്നു. മേലെ നിക്കാഹ് നടന്നുകൊണ്ട് കേട്ടോ. നിക്കാഹ് കഴിഞ്ഞു. പിന്നെ ചെക്കനും കൂടി ഫോട്ടോ എടുത്തുകൊണ്ട് ഞങ്ങളപ്പോൾ അവിടെ അടുത്തുള്ള അതിൻ്റെ സൈഡിൽ കുറേ നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞിങ്ങനെ വരികയാണ്. ഒരുപാട് ഞങ്ങൾ ഈ ആളല്ലാത്ത ഒരുപാട് കൂട്ടുകാരികൾ വന്നിട്ടുണ്ട് കേട്ടോ. 10ാം ക്ലാസ് പഠിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരൊക്കെ വേറെ ഇതിൽ സ്വന്തം വണ്ടിയുള്ളവരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ മാത്രം ഇങ്ങനെ എല്ലാവരും കൂടി സെറ്റായിട്ട് ബസ്സിൽ പോയത്. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നല്ല അടിപൊളി എന്താ പറയുക, ഒന്നും പറയാനില്ല. ഈ സാധനം എന്തെങ്കിലും ഒരിക്കൽ ഉണ്ടാക്കി കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അത്രക്കും ടേസ്റ്റുള്ള ഇളനീർ പായസം ഉണ്ട്. എന്നിട്ട് തണുത്തതാണ് ഇത്. പിന്നെ അവിടെ തലേന്നത്തെ കല്യാണത്തിൻ്റെയും പിന്നെ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ അവൾ ഇട്ടെന്നിട്ടാണ്. അപ്പോൾ അതും കൂടി അതിൽ ചേർത്തതാണ്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. നല്ല അടിപൊളി കല്യാണം ഇന്ന്.
കല്യാണം എന്ന് വെച്ചാൽ ഇതാണ് കല്യാണം. ഒന്നൊന്നര കല്യാണം ഇത് അല്ലേ? അടിപൊളി ഫുഡ് തന്നെ അല്ലേ മുന്നോ? ആ എന്തായാലും വേറെ ഈ ചൂടൊന്നും വക വെക്കാതെ ആരും അല്ലേ, ആരും നിന്നു അടിപൊളിയാണ്. അപ്പൊ ഇതാണ് മാളുവിന്റെ ഡ്രസ്സ്. ഇത് 4-ാം തീയതി ആവശ്യം വരും. പച്ച കളറായിരുന്നു, 4-ാം തീയതി ആവശ്യം വരുന്നത്.
ശരിയാണല്ലേ പ്രകടനത്തിന് ഇറങ്ങാം. പക്ഷെ അടിപൊളിയാണ്. പച്ച മുണ്ടൂടണ്ടേ, പച്ച വളയുണ്ടല്ലോ. അപ്പൊ കല്യാണം അടിച്ചു പൊളിച്ച് ഫ്രണ്ടാളെ കൂടെ പറയണ്ട, അടിപൊളിയായിരുന്നു. സൂപ്പറായി അല്ലേ? മാഷാ അല്ലാ. ഞങ്ങളിന്ന് സ്കൂളിൽ പോയി എന്ന് എല്ലാരും പഴയ ആ സ്കൂൾ ജീവിതത്തിക്ക് പോയി തിരിച്ചു വന്ന് ബിരിയാണി കഴിച്ചാ? കുറച്ച് എന്തൊക്കെ കഴിച്ച്? കുറച്ച് മന്തി, കുറച്ച് ബിരിയാണി. പൊന്നു നല്ല തട്ടിട്ടിങ്ങനെ ഇതാ മോന് ഇവിടെ ബാക്കിലുണ്ട്. ഇതാ പൊന്നു ഇവിടെ ഉണ്ട്. ഞങ്ങൾ എവിടെ ഉണ്ട് അവിടൊക്കെ ഞങ്ങളെ രാജാസ് ഉണ്ട്. ഞങ്ങൾ എല്ലാരും കൂടിയോ അവിടൊക്കെ ഞങ്ങളെ രാജാസ് ഉണ്ട്. ഞങ്ങള് കുറച്ച് പ്രായം കൂടിയെന്നുള്ളൂ. അന്നത്തെ കണ്ടാ തോന്നുന്നില്ലല്ലോ, പ്രവർത്തിയിലും കാണില്ല. കാണൂല, ഞങ്ങളെ പ്രായത്തിലേ കാണൂ. പിന്നെ എല്ലാവരും വന്നു, കൂടെ ഉള്ളവരൊക്കെ പോയിട്ട് എല്ലാരും ബസ്സിലല്ലോ. അപ്പൊ ഞാനിവിടെ വണ്ടി ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങളെ നാത്തൂന്റെ പേരിൽ പോണം. നാത്തൂന്റെ പേരിൽ പോണം. പിന്നെ ഞങ്ങളെ കൂടെ വന്നവരൊക്കെ പോയി, ഒരു ബസ് തരാനുള്ളതല്ലേ. ഞാൻ കേട്ടെ പ്ലീസ്. എന്റെ സീറ്റ് ഇവിടെ കഴിക്കലാക്കി. അപ്പൊ മാളും അവളെ ഫ്രണ്ട്സൊക്കെ കൂടി ആദ്യം നമ്മൾ ചെങ്കുവട്ടിന്ന് ബസ് കയറി ലിമിറ്റഡിന് കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് 1-2 ലോഡുകളൊക്കെ ഉണ്ടായിരുന്നു, ഓട്ടത്തിന് പോയിന്ന്. അതിന് ശേഷം ഉമ്മാനെ കൂട്ടി വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പെങ്ങളെ വീട്, രണ്ടാമത്തെ പെങ്ങളെ വീട് തൊട്ടടുത്ത് തന്നെ കാലടിയിലാണ്. അപ്പൊ ഉമ്മാനെ അവിടെ ഇറക്കിയിട്ടാണ് ഞാനും മോനും പൊന്നും കൂടി കല്യാണത്തിന് വന്നത്. അപ്പൊ നിങ്ങൾ വീണ്ടും തിരിച്ചുകാണ്ട് താത്താടക്ക് അങ്ങോട്ട് പോവാണ്. ഉമ്മ അവിടെ ഉണ്ട്, അവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ചതൊക്കെ ആയിട്ട് വെയിലൊക്കെ ആറിയിട്ട് ഇനി ഉമ്മാനെയും കൊണ്ട് തിരിച്ചു പോകുള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് ചിപ്സ് കിട്ടിയില്ല. ഇതാണ് കൊടുത്തിരുന്ന ഇങ്ങനെ ചിപ്സ്. അവരോടുന്നാ ബിസ്മില്ല. അപ്പൊ ആര് കൊടുന്നാലും വേണ്ടി ആ ചിപ്സ് ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും അല്ലേ പൊന്നു? അടിപൊളിയാണ്. കല്യാണം കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അൽഹംദുലില്ലാ അടിച്ചു പൊളിച്ച്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോറി, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കല്യാണമാണ്. ഫുഡൊക്കെ ഒന്നും പറയണ്ട, നല്ല അടിപൊളിയാണ്. ഫുഡൊക്കെ തപ്പനം തിന്നി കണക്കില്ലല്ലോ എല്ലാരും നല്ല അടിപൊളി. അപ്പൊ ഓക്കെ, ഞങ്ങള് പോവാണ്. ഒരുപാട് മംഗല്യ സൗഭാഗ്യങ്ങള്. പൊന്നു പറയണേ എന്താണ് അമ്മ പുറത്തോട്ട് കഴിഞ്ഞിട്ട് പോവാമ, പുറത്തിറങ്ങിയ ചൂടാണ്, ഇവിടെ ഇരിക്കാം നമുക്ക്. കുറച്ചിരിക്കാന്ന് ഞങ്ങളൊക്കെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. എന്നെയും കാണാൻ പറ്റി, എന്റെ കുട്ടീനെയും എല്ലാരെയും കുടുംബങ്ങളൊക്കെ കാണാൻ പറ്റി. അൽഹംദുലില്ലാ ഞങ്ങൾ പോവാട്ടാ. കഴിഞ്ഞു ഇല്ല. പുതിയ പോവാൻ നിക്കണ്, വണ്ടികളൊക്കെ അതാ റെഡിയായി നിക്കണ്, ചെക്കന്മാരൊക്കെ റെഡിയായി നിക്കുന്നുണ്ട്. കണ്ടില്ലേ, പുതിയാളം പോകാനുള്ള ബസ് ഇതാ. പുതിയണ്ടവും പോകാനുള്ള ബസ്സാട്ടാ, പുതിയാപ്പളല്ല. ഓക്കെ, അപ്പൊ ഞങ്ങളിതാ പോകാൻ പോണേ. ഓക്കെ, അപ്പൊ മാളുവിന്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ബസ് കാത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ വണ്ടിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ലാസ്റ്റ് അവസാനമായിട്ട് മാളും അവരോടൊരു ഹായ് പറഞ്ഞിട്ടേ അവർ പോവുള്ളൂ. ഓക്കെ, ആ ചിപ്സ് അടിപൊളിയാണ്. എവിടുന്ന വാങ്ങി? ചിപ്സ് അടിപൊളിയാണ്. പോയി പോരഞ്ഞ. അപ്പൊ ഓക്കെ.